ഹലോ ഗൈസ്, മൈ ചാനൽ ഇറ്റ്സ് മീ വിളിച്ചു ഇതിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നടന്നെന്ന് പറയുമ്പോൾ നമ്മൾ ടാൾഡ് വിളിച്ചിരുന്നത് ടാൾഡ് പറഞ്ഞു ഒരു ലൊക്കേഷൻ ചില്ലിയാണെങ്കിൽ അവിടുത്തെ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ട് അവിടെ ഒന്ന് വരാൻ പറഞ്ഞായിരുന്നു. നമ്മളവിടെ ചെന്നായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത അത്ര ഒരു സർപ്രൈസ് തന്നെയാണ് ടാൾഡ് നമുക്ക് ഒരുക്കിയത്. സർപ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഡി RS Q8 എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് ഗിഫ്റ്റായിട്ട് അവർ പറഞ്ഞ എന്നിട്ട് ഇതൊക്കെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായി നടന്നതാണെന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് ആ വണ്ടി തന്നത്. ആൻഡ് വണ്ടി വിചാരിക്കുന്നതിന് പിന്നെ നമ്മൾ നേരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്നപ്പോൾ നമ്മൾ മൈക്കിൾ വിളിച്ചിട്ട് പറഞ്ഞ മൈക്കിൾ നമ്മൾ വീട്ടിൽ ഉണ്ടായിരുന്നു. ആൻഡ് മൈക്കിൾ പറഞ്ഞു ക്യാഷിൻ്റെ ഷോർട്ടേജ് എല്ലാം ഉണ്ട്, നമുക്ക് ഒരു വല്ലതും പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് എന്നിട്ട് നമുക്ക് ചോദിച്ച് പ്ലാനിലെല്ലാം ഉണ്ടോ നമുക്ക് ക്യാഷ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ഈസ്റ്റിൻ്റെ കാര്യം ഓർത്ത് പിന്നെ നമ്മൾ വിചാരിച്ചു ഈസ്റ്റ് വേണ്ട, നമുക്ക് ഒരു കാർ ഡീലർഷിപ്പ് ആക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു കാർ ഡീലർഷിപ്പൊക്കെ പറഞ്ഞായിരുന്നു. ഇന്ന് 10 കാർ നമുക്ക് ഗിഫ്റ്റായി തരുമെന്ന് പറഞ്ഞായിരുന്നു കാർ ഡീലർഷിപ്പിൻ്റെ ഓണർ. നമുക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കിടിലൻ ഡ്രസ്സ് എടുത്ത് ഇടാം. ഓക്കെ, നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് ഇപ്പം നമ്മൾ ട്രെവർ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിൽ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മൈക്കിളിൻ്റെ വീട്ടിൽ എന്തിനാണെന്ന് അറിയാൻ വയ്യ, വല്ലതും ഇഷ്യൂസ് അങ്ങനെ എല്ലാം ഉണ്ടാകുന്ന അറിയാൻ വയ്യ. നമുക്ക് ഇനി നേരെ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകണം. നേരെ ഇനി ഇന്നാണ് 10. നമ്മൾ നേരത്തെ ട്രവർ വന്നിട്ട് നമ്മളെ ലെക്സസ് ഇവിടെ എന്തായാലും ഇട്ടിട്ടുണ്ട്. നമ്മൾ RS Q8 ഇപ്പം എടുക്കുന്നില്ല, നമുക്ക് ലെക്സസ് എടുത്തുകൊണ്ട് ഇനി നേരെ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകാം. മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തിനാണ് വിഷയം എന്ന് നോക്കാൻ ട്രവർ പറഞ്ഞേക്കണം. പെട്ടെന്ന് ചെല്ലാനാണ്, അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞേക്കണം. നമ്മൾ നേരെ നമുക്ക് ചെല്ലാം. നമുക്ക് ഇന്നാണ് 10 കാറ് കിട്ടുമെന്ന് പറയുന്നത് ഡീലർഷിപ്പ് ഓണർ പറഞ്ഞേക്കണം. പിന്നെ അതും നമുക്ക് പോയി നോക്കണം. ഇനി അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ബെന്നിയെ വിളിച്ചിട്ട് ബെന്നി വിളിക്കാമെന്ന് പറഞ്ഞിരിക്കണത് നമ്മളാ. ഇനി നമുക്ക് നേരെ നമ്മളെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം. നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഓക്കെ ട്രവർ ഇപ്പോൾ ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ വണ്ടി ഒതുക്കാം. എന്നിട്ട് വണ്ടിയിലായി നമുക്ക് ഇനി ട്രവറിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ് വിളിച്ചതെന്ന് ചോദിക്കാം. ഓക്കെ, ഇപ്പം ട്രവർ പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മൈക്കിളിനെ വിളിച്ചിട്ട് കുറേ നേരം കൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാരില്ലെന്നാണ് പറഞ്ഞേക്കണം. എന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിനകത്ത് ആരുമില്ല. ഇനി ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിലൊന്ന് പോകാം. ലെസ്റ്ററിൻ്റെ അടുത്ത് ഒന്ന് പറയാം. നമുക്ക് മൈക്കിളിൻ്റെ ഫോണൊന്ന് ഹാക്ക് ചെയ്തിട്ട് അവിടെ ലൊക്കേഷൻ വല്ല ട്രേസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അറിയാൻ വയ്യ. നമ്മൾക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മൾ ഡീലർഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വല്ലതും പറഞ്ഞതാണ്. നമുക്ക് എന്തായാലും ഇനി നേരെ നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകും. ലെസ്റ്ററിനായിരിക്കും ഇനി വല്ലതും നമ്മളെ സഹായിക്കാനോ അങ്ങനെ വല്ലതും പയ്യെ നോക്കുക. അവിടെ ഒരു പോസ്റ്റെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മൾ ലെസ്റ്ററിൻ്റെ ആ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലാണ് ലെസ്റ്ററിൻ്റെ വീടെന്ന് പറയുമ്പം കുറച്ചും കൂടെ ബാക്കിലോട്ടാണ്. ഓക്കെ, അവിടെ ലെസ്റ്ററിൻ്റെ വെളിയിൽ നിൽപ്പുണ്ട്. ലെസ്റ്റർ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ നമുക്ക് എന്തായാലും ഇവിടെ ഒതുക്കാൻ പറ്റില്ല. നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഒതുക്കിയിടാം വണ്ടി നമുക്ക് ഇറങ്ങാം. ഇനി ചോദിക്കാം, ഇനി ട്രേസ് ചെയ്യാൻ വല്ലതും പറ്റുമോ എന്ന് ചോദിക്കാം. നമ്മൾ ട്രവർ വണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ എന്തിനാണ് ഓക്കെ, നമ്മൾ ട്രവർ വന്നിട്ടുണ്ട്. നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കാം മൈക്കിളിനെ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. ലെസ്റ്റർ ഇവിടെ എന്തരാ ആ ജനലും കണ്ട വെൽഡ് ചെയ്യാണ്, അറിയാൻ വയ്യ എന്തിനാണെന്ന്. നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കാം മൈക്കിളിൻ്റെ ഇതാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇപ്പോൾ ലെസ്റ്റർ പറയുന്നത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ലെസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് മൈക്കിൾ ഒരു ഫാമിലി ട്രിപ്പായിട്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണം. ഇവിടെ ഡോറൊക്കെ അടച്ചിരിക്കുന്ന അറിയാമേ. നമ്മൾ ഫാമിലി ട്രിപ്പായിട്ട് മൈക്കിൾ വേറെ എവിടെ പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അറിയാൻ വയ്യ. മൈക്കിൾ നമ്മളത് പറയാതെയാണ് പോയിരിക്കുന്നത്, അറിയാൻ വയ്യ. ഓക്കെ, നമുക്ക് കോൾ വരുന്നത് ബെന്നിയാണെന്ന് തോന്നുന്നു വിളിക്കുന്നത്. ബെന്നിയാണ് വിളിക്കുക. നമുക്ക് എന്തായാലും എടുക്കാം.
ബെന്നി പറയുന്നതെന്ന് പറയുമ്പോൾ മറ്റേ 10 കാർ എത്തിയിട്ടുണ്ട്. ഷിപ്പോട്ടിൽ പോയി ചെന്ന് എടുക്കാനാണ് പറയുന്നത്. നമുക്ക് ലിസ്റ്റ് എടുത്ത് നമ്മൾ പോട്ടാന്ന് ചോദിക്കാം. ചെറുതിരിയെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രെവർ ഇവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ട്രെവർ തന്നെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ട്രെവറിനെ നമ്മൾ ഇവിടെ ഇതാക്കിയാണ് വിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ട്രെവറിന് വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഒക്കെ അറിയാൻ വയ്യ. നമുക്ക് നേരെ നമുക്ക് ഷിപ്പോട്ടിലോട്ട് പോകും. അവിടെ 10 കാർ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നാണ് ബെന്നി പറയുന്നത്. അപ്പോൾ ബെന്നി പറഞ്ഞ് 10 കാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഓടിച്ചെന്ന് പോർട്ടിൽ പോയിട്ട് എടുക്കാനാണ് പറയുന്നത്. പോർട്ടിൽ പോയി എടുക്കാനാണ് പറയുന്നത്. ആൻഡ് അതിന് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ പോർട്ട്, കുറച്ച് ദൂരം ഉള്ളൂ. ഇനി ഒരു മൈൽ പോലും ഇല്ല. നമുക്ക് ഇനി പോർട്ടെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പോർട്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വഴി തെറ്റിയോന്ന് ചെറിയൊരു സംശയമുണ്ട്. നമുക്ക് ഇനി റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. നമുക്ക് റൈറ്റ് ഡ്രിഫ്റ്റോ വണ്ടി ലെക്സസ് കിഡിലുണ്ട്. ഡ്രിഫ്റ്റൊക്കെ സെറ്റാണ്. ചില സമയത്ത് നമ്മളെ കയ്യിൽ കൺട്രോൾ നിൽക്കില്ല ഡ്രിഫ്റ്റൊന്നും. നമുക്കിനി എവിടെയാണെന്ന് അറിയാൻ വയ്യ. നമുക്ക് ഇവിടെ നേരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം ഇനി എവിടെയാണ് ഷിപ്പ്. നമുക്ക് ഫ്രണ്ടിലൊരു ഷിപ്പ് കാണുന്നുണ്ട്. ഇനി അതാണോ എന്നറിയാൻ വയ്യ. നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. റൈറ്റ് സൈഡിൽ 10 കാർ അതായിരിക്കും നമ്മളെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് ആരും നിൽക്കുന്നുണ്ട്. ബുഗാട്ടിയൊക്കെ ഉണ്ട്. ബുഗാട്ടി, ഓടി, റാപ്റ്ററൊക്കെ ഉണ്ട്. റാപ്റ്ററൊക്കെ ഉണ്ട്. നമുക്കിവിടെ നമ്മളെ വണ്ടി ഒതുക്കാം. നമുക്ക് ഇതായിരിക്കും ഓണറെന്ന് തോന്നുന്നത്. നമുക്ക് റാപ്റ്ററുണ്ട്, ഒരു പോർഷയുടെ കാറുണ്ട്, സെറ്റ് മോഡിഫൈഡ് ഒരു വണ്ടി ഓടിയുണ്ട്, ബോർഗിനിയുണ്ട്. ആൻഡ് സെറ്റായിരിക്കും ഫ്രാങ്ക്ലിൻ കാണിക്കണം. ഓക്കെ, നമുക്കിനി ഓടിച്ചെന്ന് ചോദിക്കാം. ഇയാളായിരിക്കും ഇതിൻ്റെ എല്ലാം മെയിൻ. നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇയാൾ പറയുന്നതെന്ന് പറയുമ്പം അവിടെ ഒരു ട്രെയിലറും ട്രക്കും ഉണ്ട്. ട്രെയിലർ കണക്ട് ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പൊക്കിയോളാ പറഞ്ഞേക്കണം. ആൻഡ് മറ്റേ നമ്മളെ കാർ ഷോറൂമിൽ ഓണർ പറഞ്ഞത് ഓണറെല്ലാം പൈസ എല്ലാം അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു ട്രെയിലറും ഒരു ട്രക്ക് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ട്രക്ക് എടുത്തിട്ട് കണക്ട് ചെയ്യാൻ ട്രെയിലറിലോട്. എനിക്ക് തോന്നുന്നില്ല നമ്മളെ ഈ വണ്ടിയിൽ തന്നെ കയറുമോ. മീൻസ് ഇതിനകത്ത് 6 വണ്ടിയുടെ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 6 വണ്ടിയുടെ കപ്പാസിറ്റി മാത്രമേ പറഞ്ഞു. 6 വണ്ടിയുടെ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അറിയാൻ വയ്യ. ഇതിനകത്ത് ഇനി കയറാൻ ചാൻസ് ഇല്ല. ഓഹോ, ട്രെയിലറും ട്രക്കുമായിട്ട് വേർതിരിഞ്ഞ് പോയിട്ടുണ്ട്. കണക്റ്റ് ആവണില്ല. ഇങ്ങനെ വളച്ചോണ്ടായിരിക്കോ. ഒരു പോലീസുകാരൻ എനിക്ക് തോന്നുന്നു പിടിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ കുറുക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ എന്തായാലും നമ്മൾ കണക്റ്റ് ആയിട്ടുണ്ട് ട്രെയിലർ. പോലീസുകാർ ഇറങ്ങി വെടിയൊക്കെ വയ്ക്കുന്നുണ്ട്. നമ്മളെന്തായാലും ലോസ് ആഞ്ചലസ് പോലീസിനെ രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ട്രെയിലർ എടുത്ത് നമുക്ക് കറങ്ങിപ്പോവാം. അതായിരിക്കും നല്ലതല്ലേ. ഇനി അവിടെ വീണ്ടും ട്രെയിലർ ലോക്കായില്ലെങ്കിലോ ഞാൻ വിചാരിച്ചു. നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ വീണ്ടും പണിയാണ്. നമുക്ക് എന്തായാലും നമുക്ക് ഈ വഴി പോകാം. ഇനി അറിയാമോ മൈക്കിൾ എവിടെയാണ് പോയത് നമ്മൾ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ലെസ്റ്ററാണ് പറഞ്ഞത്. ലെസ്റ്ററിനെ വിശ്വസിക്കേണ്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ ട്രെയിലർ തട്ടാതെ ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. റിസ്ക് ആണ് ഇത് എടുക്കുന്നത്. ഇത് ആരെയാണ്ടോ ട്രെയിലറാണ്. ആൻഡ് ഇത് റിസ്ക് ആണ്. നമ്മൾ ഇത് വളയ്ക്കുന്നില്ല. ഇവിടെ അൺലോഡ് ആവാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ കഷ്ടപ്പെടുത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് ഇനി വണ്ടി നമുക്ക് ബാക്കിലത്തെ ഹുഡ് തുറക്കാം. ഹുഡ് തുറന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ മുകളിലാണ് കയറ്റുന്ന വണ്ടികളെല്ലാം. നമ്മൾ ആദ്യമേ നമുക്ക് ഈ റാപ്റ്റർ നമുക്ക് കയറ്റാം. എങ്കിലും എനിക്ക് തോന്നുന്നു സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉണ്ട്. റാപ്റ്റർ വലിയ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വണ്ടി കയറാൻ പറ്റൂല. അപ്പം ബെന്നി ഒന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് 2 ട്രിപ്പായിട്ട് വരേണ്ടി വരും. കുറച്ച് കഷ്ടപ്പാടാണ്. നമുക്ക് ബെന്നിയെ വിളിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ ഒയ്യോ, ട്രെയിലറിലോട്ട് കയറ്റാൻ പാടാണ്. നല്ല പുള്ളിയും കൊണ്ട് ഈ റാപ്റ്ററിന് സെറ്റ് വണ്ടിയാണ്. നമ്മൾ പതിയെ ഫ്രണ്ടിലോട്ട് കയറാം.
അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പോകുന്നതുകൊണ്ട് സ്ക്രാച്ചസ് ഒക്കെ എന്തായാലും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ബിന്നിയെ കൊണ്ട് നമുക്ക് ആ സ്ക്രാച്ച് എല്ലാം റിപ്പയർ ചെയ്യേണ്ടി വന്നിരിക്കും. നമുക്ക് നോക്കാം പതിയെ. ഓ സൈഡൊക്കെ എന്തായാലും തട്ടിയിടോ പോയോ, ടയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോയി. പെട്ടെന്ന് ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് കൺട്രോൾ കിട്ടൂല നമുക്ക്. ട്രെയിലിൻ്റെ വണ്ടിയിൽ വലിയ ടയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടൂല. 2 ടയർ വെളിയിലാണ് ഇരിക്കുന്നത്. പതിയെ നമ്മൾ അകത്തോട്ടാക്കാൻ ശ്രമിക്കുന്ന. ഓയ്യോ ഫ്രണ്ടൊക്കെ തട്ടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് പണിയാണ്. എന്തായാലും നമ്മളെ ബെന്നി ഇതാക്കേണ്ടിയിരിക്കും. അപ്പോൾ ചാടി ഇറങ്ങിയിട്ടുണ്ട്. റാപ്റ്ററിന് ഒരു ടയർ അങ്ങനെ ചാടി കളിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ വണ്ടി നമുക്ക് ഇങ്ങോട്ട് ഇറക്കാൻ കയറ്റാം. ഇത് ഏത് വണ്ടിയാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് കോമറ്റ് എന്നാണ് എഴുതിയിരിക്കാൻ അറിയാൻ വയ്യ. ഇത് കുഴപ്പമില്ല. ഇൻറ്റീരിയറൊക്കെ ഒരു മിഡീവൽ സ്റ്റൈലാണ്. ഇൻറ്റീരിയറാണ്. നമുക്കൊരു ഐഡിയ ചെയ്യാം. നമുക്ക് ഈ വലിയ വണ്ടികളെല്ലാം താഴെ വയ്ക്കാൻ വേണ്ടി. റാപ്റ്റർ ഞാൻ മണ്ടയിൽ വെച്ച് എനിക്ക് തോന്നുന്നില്ല ശരിയാകുമെന്ന്. നമുക്ക് റാപ്റ്ററിനെ താഴെ ഇറക്കാൻ അതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നുണ്ട് അതായിരിക്കും നല്ലത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ തന്നെ ബാക്കിലോട്ടൊക്കെ പോവുകയാണ്. നമ്മൾ എഴുതുന്നുണ്ട്. മറ്റേ വണ്ടി പെട്ടെന്ന് നല്ല പവറുണ്ട് റാപ്റ്ററിന്. എല്ലാത്തിനും നിയോൺ ലൈറ്റ് ഉണ്ട്. അതാണ് നമ്മൾ ഒന്നിനും വ്യത്യസ്തമാക്കാത്തൊരു കാര്യം. എല്ലാ വണ്ടിയിലും നിയോൺ ലൈറ്റ് ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഷിപ്പിൻ്റെ ഇറക്കിയ ഷിപ്പ് അവിടെ തന്നെ നിൽക്കുക അറിയാൻ വയ്യ. നമുക്ക് ഈ വണ്ടിയോടെ മണ്ടയിലോട്ട് കയറ്റാം. നമുക്ക് എല്ലാ വണ്ടിയും ലോഡ് ചെയ്യേണ്ടിയുണ്ട്. അതിന് നമുക്ക് നേരെ ഇനി ഇത് എല്ലാം കാർ ഷോറൂമിലാണ് കൊണ്ടുപോകാനുള്ളത്. പതുക്കെ ഇത് സ്കിഡ് ആവുന്നുണ്ട്. നമ്മൾ വണ്ടി എടുക്കുമ്പോഴേ ആദ്യമേ ടച്ച് ചെയ്യുമ്പോഴേ സ്കിഡായി ആണ് പോണത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയോ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ആൻഡ് ഒരു ടയറൊക്കെ വെളിയിലാണ്. നമുക്ക് പതിയെ കയറ്റാം. നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത കാർ എടുക്കാം. അടുത്ത കാർ എടുത്ത് നമുക്ക് ലോഡ് ചെയ്യാം. നമുക്ക് ഇതാണ് അടുത്ത കാറ്. ആൻഡ് സ്പോർട്സ് കാറാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ സെറ്റാണ്. ഞാൻ ഇത് പറഞ്ഞില്ലേ നിയോൺ ലൈറ്റ്. ഇതിൻ്റെ നിയോൺ ലൈറ്റ് ഇൻ്റീരിയർ സെറ്റാണ്. നിയോൺ ലൈറ്റ് അകത്താണ്. നമുക്ക് എന്തായാലും കയറ്റാം. നമ്മളെ വണ്ടി പതിയെ സ്ക്രാച്ചൊന്നും വരാതെ മാക്സിമം നമ്മൾ കയറ്റാൻ നോക്കും. പക്ഷേ ഇതിൻ്റെ അടി തട്ടിയിട്ടുണ്ട്, സൈഡും തട്ടിയിട്ടുണ്ട്. അപ്പം ബെന്നിക്ക് നമ്മൾ നല്ല ജോലി തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടിയും ഇതാക്കാനുള്ള. നമുക്ക് ഈ വണ്ടി വലിയ വണ്ടി നമുക്ക് പിന്നെ ലാസ്റ്റ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഈ വണ്ടിയെല്ലാം ലോഡ് ചെയ്യാനുണ്ട്. നമുക്ക് ലോഡ് ചെയ്യാൻ നമുക്ക് ബെന്നിങ്ങിനും കൂടെ വിളിക്കാം. നമുക്ക് ബെന്നിയെല്ലാം വിളിക്കാം. ഇത് ഒറ്റയ്ക്ക് കൊണ്ട് റെഡിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെന്നിയെല്ലാം എന്തായാലും വിളിക്കാം. അപ്പോൾ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയറും ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്.